എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് കഴിയുന്നത്ര ഞാൻ സംഗ്രഹിക്കാൻ ശ്രമിക്കേണ്ടതാണ്. നിങ്ങളോടുള്ള ബാധ്യതയും കൂടിയാണത്. ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു പുതിയ പരിപാടിയൊന്നുമല്ല, പണ്ടേ ഉള്ളതായിരുന്നു. പണ്ടുള്ള എന്തായെന്ന് വെച്ചാൽ അത് ഒരു ആഡംബരമായിരുന്നു, ഒരു ലക്ഷറി ആയിരുന്നു. എനിക്ക് സ്വന്തമായി ഇൻഷുറൻസ് ഉണ്ട് എന്ന് ഓരോരുത്തരും ക്ലെയിം ചെയ്യാൻ പറ്റിയിരുന്നു. അത് നമുക്കറിയാം. PSI കോർപ്പറേഷൻ ഇപ്പുണ്ടായതല്ല, CGHS ഇപ്പുണ്ടായതല്ല, ഇതെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. പുറമെ പ്രൈവറ്റ് കമ്പനികളും വ്യത്യാസം തന്നെ. അന്ന് എന്റെ കയ്യിൽ പോക്കറ്റിന് ചെലവാക്കുക വേണ്ട എന്നുള്ള ആ ധാർഷ്ട്യം അല്ലെങ്കിൽ അത് ഒരു സുരക്ഷ കുറച്ച് പേർക്ക് ഉണ്ടാക്കി കൊടുത്തിരുന്നു. ഒരു എലീറ്റ് ഗ്രൂപ്പിന് മാത്രമായിരുന്നു. ഇന്ന് സ്ഥിതിഗതികൾ മാറി. എന്തുകൊണ്ട്? ഇതില്ലാതെ ഇനി ചികിത്സ കിട്ടാൻ പോകുന്നില്ല. ആർക്കായാലും, ദരിദ്രനാവട്ടെ ധനവാനാവട്ടെ, ധനവാനും എങ്ങനെയെങ്കിലും കാശുണ്ടാവും. അല്ലാതെ അങ്ങോട്ട് പോണ്ട. ഇൻഷുറൻസ് ഉണ്ടോ, ചികിത്സയുണ്ട്, ഇല്ലയോ ഇല്ല എന്നുള്ള ഒരു രീതിയിലേക്ക് നാം എത്തിപ്പെട്ടു. അതുകൊണ്ടാണ് ഇതിന്റെ പ്രാധാന്യം വരുന്നത്. എങ്ങനെ ഇത് എത്തിപ്പെട്ടു, അതിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ചെറിയൊരു വസ്തുത പറയട്ടെ. GDP നമ്മുടെ ശ്രീ പത്മനാഭൻ ഇത് വളരെ വളരെ ഭംഗിയായി അവതരിപ്പിച്ച ഞാൻ ഈ പറഞ്ഞപ്പോഴായിട്ട്. GDP എന്ന് പറയുന്നുണ്ടല്ലോ, GDP എന്താണ്? ഗ്രോസ് ഡൊമസ്റ്റിക്, എനിക്കറിയില്ല ഇതിന്റെ അർത്ഥം എന്താ. ആളോഹരി വരുമാനം. ഈ ആളോഹരി വരുമാനം എന്നുള്ള ഈ പാരാമീറ്റർ ഉണ്ടല്ലോ, അത് ഒരു കൃത്രിമത്വം ഉണ്ടാക്കിയതാണ്. അപ്പൊ ഞാനും അംബാനിയും കൂടി ഉള്ള ഇതിന്റെ ശരാശരി എടുത്താൽ എത്ര, അത് ആളോഹരിന്റെ മേലെ അടിച്ചേൽപ്പിച്ചുണ്ടാകും. ആ കൃത്രിമത്വം ഇതിലും ഉണ്ട്. ഈ GDP പിന്നെ ആരായി ഉണ്ടാക്കിയത്? ശ്രീ പത്മനാഭൻ കൃത്യമായി പറഞ്ഞു. ഈ സാമ്പത്തിക വിദഗ്ധർ എന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ടല്ലോ, അവര് വരുത്തി തീർത്ത, അവര് നശിപ്പിച്ചതാണ് നമ്മുടെ വളരെയധികം കൊട്ടിഘോഷിക്കപ്പെട്ട, ധാരാളം അഭിമാനിക്കാനുണ്ടായിരുന്ന നമ്മുടെ കേരളീയ മാതൃകയെ ഈ കൂട്ടര് വന്ന് നശിപ്പിച്ചു. അതാണ് സംഗതി ഇതിലേക്ക് എത്തിച്ചത്. ഇതിൽ നിന്ന് ഒരു തിരിച്ചുപോക്ക് നമ്മൾ ഉദ്ദേശിച്ചാൽ നടക്കൂല. അതാണ് ഇപ്പൊ നമ്മുടെ ഗതികേട്. ഏകദേശം 80% OP പേഷ്യൻസ്, 40 മുതൽ 60% IT പേഷ്യൻസും ഇന്ന് ഇന്ത്യയില് പ്രൈവറ്റ് സെക്ടറിനെയാണ് ആശ്രയിക്കുന്നത്. കാരണം എന്താ? സർക്കാരിന് ആകെ കൂടി 0.9% സർക്കാരിന് ആരോഗ്യരംഗത്തിന് കൊടുക്കാനുള്ളൂ. ഒട്ടാകെയുള്ള ബജറ്റ് എടുക്കുകയാണെങ്കിൽ ഒരമ്മ പെറ്റ 10 കുട്ടികളുണ്ടെങ്കിൽ കുറെ കുട്ടികൾക്ക് ഇഷ്ടം പോലെ വാരിക്കൊടുക്കും. നിന്റെ പേരെന്താ? നിന്റെ പേരെന്താ? രാജ്യരക്ഷ. ഓ കിടക്കട്ടെ. നിന്റെ പേരെന്താ? VIP സുരക്ഷ, അതിനൊക്കെ കിടക്കട്ടെ കുറെ. പിന്നെ നിന്റെ പേരെന്താ? മന്ത്രിമാർക്കൊക്കെ ഒരു ഊരുവിറ്റ്, അതോ എന്തെങ്കിലും ആട്ടെ. ഇതിനൊക്കെ ഇഷ്ടം പോലെ കൊടുക്കും. എന്നാലോ ആരോഗ്യരംഗത്ത് വരുമ്പോൾ അവർ തരുന്നത് 0.9%. മറ്റൊരു കണക്കിൽ പറഞ്ഞാല് $4 അമേരിക്കൻ ഡോളർ ഒരു കൊല്ലത്തിൽ ഒരു ഇന്ത്യക്കാരന് ആരോഗ്യ രംഗത്തേക്ക് സർക്കാർ അനുവദിക്കുന്നത് ആ നിലക്ക് പറഞ്ഞാൽ കൊല്ലത്തില്, ദിവസത്തിലോ മാസത്തിലോ അല്ല, $4. എന്നിട്ട് ഇതിൽ 80% പോണത് പിന്നെ എല്ലാ രംഗത്തമായി തന്നെ ശമ്പളം കൊടുക്കാൻ. എന്നിട്ട് ബാക്കി ഇതുകൊണ്ട് രക്ഷപ്പെടണം. ഇതാണ് ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം പത്മനാഭൻ സാർ ചൂണ്ടിക്കാണിച്ചമായി തന്നെ ഉൽപാദനക്ഷമമല്ലാത്ത മേഖലകൾ എന്ന് അവർ തന്നെ വ്യവഹരിക്കുന്ന, അതായത് ഇങ്ങോട്ട് കാശിട്ടാത്ത മേഖലകൾ. എന്തൊക്കെയാ ഇങ്ങോട്ട് കാശിട്ടാത്ത മേഖലകൾ? വിദ്യാഭ്യാസം, ആരോഗ്യം, അവിടുന്ന് ഇങ്ങോട്ടൊന്നും കിട്ടാനില്ല. അതുകൊണ്ട് അവയൊന്നും ഉൽപാദനക്ഷമമല്ല. എന്ത് മണ്ടത്തരാണിതെന്നറിയോ? ആരോഗ്യമുള്ള ഒരു ജനത സമ്പത്താണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയില്ല. വിദ്യാഭ്യാസം നേടിയ ഒരു തലമുറ സമ്പത്താണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയില്ലാതെ വെറും ഈ ക്യാപിറ്റൽ ഓറിയന്റഡ് അപ്രോച്ചായിപ്പോയി. എന്തൊക്കെ എനിക്ക് പേര് പറയാം? പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, എന്തൊക്കെ ഉദാരീകരണം ഒക്കെ കുറിച്ച്. ഇത് വരുത്തിയ മാറ്റത്തിന് ഞാനോ നിങ്ങളോ നമ്മൾ കുറച്ച് കൂട്ടരോ വിചാരിച്ചാൽ രക്ഷയില്ല. അതുകൊണ്ട് നമ്മളെല്ലാം ഇപ്പോ മാപ്പിള ഭാഷ പറഞ്ഞ ലറൂറത്തിന്റെ മസലയെ ആശ്രയിക്കേണ്ടി വന്നിരിക്കുക. നമ്മളെല്ലാം ലറൂറത്തിന്റെ മസലയെ ആശ്രയിക്കേണ്ടി വന്നിരിക്കുന്നു. ഇതല്ലാതെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഇതിന്റെ ചെറിയ വശങ്ങളെ പറ്റി നമ്മൾ ബോധവാന്മാരാവണം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇത് തികച്ച യാഥാർത്ഥ്യമാണ്. അടുത്ത് തന്നെ, അധികം കഴിയാതെ തന്നെ ഇൻഷുറൻസ് ഉണ്ടോ
ചികിത്സ ഉണ്ട്. ഇല്ലേ? ഓ എന്ത് ചെയ്യാനാ? അപ്പൊ അവിടെയാണ് സർക്കാർ നിങ്ങൾ ഇൻഷുറൻസ് ഞങ്ങൾ ഏറ്റെടുത്തോളാം കേട്ടോ. അതിനുള്ള പരിമിതികളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. എന്റെ ഉപ്പാക്കാരൻ ആയിണ്ടാർന്നു എന്ന ശൈലി പറഞ്ഞാല് ഒരു വിക്രമാദിത്യന്റെയോ അശോക ചക്രവർത്തിയുടെയോ മഹാബലിയുടെയോ ഖലീഫ ഉമറിന്റെയോ ഭരണത്തിലോ രാമരാജ്യത്തിലോ ഉണ്ടായിരുന്ന സ്ഥിതിവിശേഷത്തെക്കുറിച്ച് നമുക്കിനി നെടുവീർപ്പിടാൻ മാത്രമേ കഴിയൂ. യാഥാർത്ഥ്യബോധം പറയാം. അതിനിയും തിരിച്ചു വരുമെന്ന് നമ്മുടെ ശിഹാബുദ്ദീൻ സാർ അടക്കം കുറച്ച് വിശ്വാസികൾ വിശ്വസിക്കുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് പേര് വിശ്വസിക്കുന്നുണ്ട് കുറച്ചു കാലം കഴിഞ്ഞാൽ നല്ലൊരു കാലം വരുന്നുണ്ട്. പക്ഷെ ഇപ്പോ അവയൊക്കെ ഇന്നിന്റെ യാഥാർത്ഥ്യങ്ങൾക്ക് മുമ്പിൽ പകൽക്കിനാവുകൾ മാത്രമാണ്. പണമില്ലാത്തതിന്റെ പേരിൽ ഒരാൾക്കും പട്ടിണിയാകരുത്, രോഗചികിത്സയും പാർപ്പിട വസ്ത്ര സൗകര്യങ്ങളും നിഷേധിക്കപ്പെടരുത് എന്ന ഉദാത്ത സങ്കല്പങ്ങൾ വേദങ്ങളിലും മതദർശനങ്ങളിലും മാത്രമല്ല 40 വർഷങ്ങൾക്ക് മുമ്പ് നാം പുറങ്കാൽ കൊണ്ട് തട്ടിയെറിഞ്ഞ ക്ഷേമരാഷ്ട്ര സോഷ്യലിസ്റ്റ് വീക്ഷണങ്ങളിലും ഉണ്ടായിരുന്നു. ആ തട്ടിയെറിയൽ പോലും നമ്മുടെ ഭരണ സംവിധാനങ്ങളിലെ അരുതായ്മകളും കെടുകാര്യസ്ഥതകളും വരുത്തിവെച്ച അനിവാര്യതയായിരുന്നു. ചാണക്യനും മാക്യുവെല്ലിയും ആഡം സ്മിത്തും വ്യാവസായിക വിപ്ലവവും കൊളോണിയൽ പടയോട്ടങ്ങളും അങ്ങനെ നമ്മെ ലോകത്തെ മുഴുവനും ചരിത്രത്തിന്റെ ഇന്നത്തെ ദശാസന്ധിയിൽ കുടുക്കിയിട്ടിരിക്കുകയാണ്. പ്ലാറ്റോ തന്റെ റിപ്പബ്ലിക്കിൽ വിഭാവനം ചെയ്തതും ജീവശാസ്ത്ര ഭൂമികയിൽ നിന്നുകൊണ്ട് ഡാർവിൻ പറഞ്ഞതുമായ അർഹതയുടെ ശേഷിപ്പ്, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, അതിന്റെ ആർദ്രഭാവമല്ല ക്രൗര്യതയാണ് കാണിച്ചു തരുന്നത്. പണമില്ലാത്തവൻ പോയി തുലയട്ടെ എന്നാണ് ആധുനിക മന്ത്രം. ഇസ്ലാമിക സാമൂഹ്യ ദർശനത്തിൽ ഒരു സുന്ദര സങ്കല്പമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവും. എന്താണ് ആ സങ്കല്പം? ഫർള് കിഫായ. വളരെ ചെറിയൊരു വാക്കിൽ പറഞ്ഞിട്ടുണ്ട്. ചില സാമൂഹ്യ ധർമ്മങ്ങളുണ്ട്. ആ സാമൂഹ്യ ധർമ്മങ്ങൾ നിറവേറ്റപ്പെടുന്ന സമൂഹത്തില് ഫർള് കിഫായ എന്ന് പറയുന്ന സങ്കല്പമുണ്ട്. ദൈവദൂതൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളില് വെള്ളം, തീ, പുല്ല് എന്നിവ സ്വകാര്യ സ്വത്തല്ല. നമ്മുടെ സ്ഥിതി നോക്കുക. ഇതൊക്കെ സമൂഹത്തിൻ്റെതാണെന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. ഇതിലൊന്നും സ്വകാര്യ സ്വത്തവകാശമല്ല. തീ കത്തിക്കാൻ വിറകായാലും മറ്റ് ഇന്ധനമായാലും കാലിത്തീറ്റക്കും ആയാലും ഇംഗ്ലീഷുകാരന്റെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ നമുക്ക് മൂക്കിക്കൂടി പണം അടച്ചാലേ ഇന്ന് കിട്ടും. അതാണ് നമ്മുടെ ഗതി. ചണ്ടാല വിഷുകിലെ ചോദിക്കുന്നില്ല ജാതി ഞാൻ സോദരി ചോദിപ്പൂ ദാഹജലമെന്ന് വല്ല പാന്തനും ഇന്ന് ഏതെങ്കിലും വീട്ടിൽ കയറി പറഞ്ഞാൽ 15 റുപ്യക്ക് അവിടെ പോയാൽ കുപ്പിവെള്ളം കിട്ടുന്നുള്ള മറുപടി ആയിരിക്കും കിട്ടുക. ഈ പരിപ്രേക്ഷ്യത്തിൽ വേണം നമ്മുടെ ആതുര ശുശ്രൂഷ സംവിധാനങ്ങൾ പരിശോധിക്കേണ്ടത്. സർക്കാരോ മറ്റു പൊതുസംരംഭങ്ങളോ പണമില്ലാത്തവന് സൗജന്യമായി രോഗചികിത്സ നൽകും എന്ന വ്യാമോഹം വേണ്ട. കാരണങ്ങൾ പലതാണ്. അനലൈസ് ചെയ്ത് നോക്കാം. 1, പ്രത്യയശാസ്ത്ര പ്രതിബദ്ധതയില്ലായ്മ. നേരത്തെ സൂചിപ്പിച്ച പോലെ ക്ഷേമരാഷ്ട്ര സങ്കല്പവും സോഷ്യലിസ്റ്റ് ആശയങ്ങളും തള്ളിക്കളഞ്ഞു വിപണി അധിഷ്ഠിത ഉദാരവൽക്കരണത്തിന്റെ പാത രാഷ്ട്രങ്ങൾ സ്വീകരിച്ചു. പഴയ ലൈസേ ഫെയർ തിരിച്ചു വരികയാണ്. സാമ്പത്തിക ഘടനാമാറ്റം നിർബന്ധിതമാക്കിയ പശ്ചാത്തലമായി ഉണ്ടായി ഈ മാറ്റത്തിന്റെ കാരണവും ഫലവും അടിസ്ഥാനപരമായി സാർവത്രികമായ അഴിമതിയായിരുന്നു. അതിനെപ്പറ്റി നമുക്കൊന്നും ചെയ്യാനും പറ്റൂല. 2, ഇതും പത്മനാഭൻ സാറ് സൂചിപ്പിച്ചു. ആധുനിക സാങ്കേതിക വിദ്യ ചികിത്സാ രംഗത്ത് നേടിയ കുതിച്ചുചാട്ടങ്ങൾ, അവയുടെ ചെലവ് സാധാരണ ബജറ്റ് നീക്കത്തിന്റെ അനേക മടങ്ങുകളായിരുന്നു. എന്തെല്ലാം വന്നു രംഗത്ത്. അവയവമാറ്റ ശസ്ത്രക്രിയകൾ, ആൻജിയോപ്ലാസ്റ്റി. ഓരോരുത്തരും ഇപ്പൊ ആൻജിയോപ്ലാസ്റ്റി ചെയ്തതാണ്. മിക്കവാറും 50-60 കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഈ ചെക്കപ്പ് ഉണ്ടല്ലോ, ഭയങ്കരമാണ് ചെക്കപ്പ്. മെഡിക്കൽ ചെക്കപ്പ് എന്ന് പറയുന്ന ഒരു സ്കീം. ആദ്യം തന്നെ നിങ്ങളതിലും പേടി ഉണ്ടാക്കുക. എന്നിട്ട് വരൂ ചെക്ക് ചെയ്താൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല. കാരണം പോയാൽ എന്തുണ്ടാകും? ആൻജിയോപ്ലാസ്റ്റിക് ഇട ഞാൻ പോകണില്ല. ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് ശസ്ത്രക്രിയ, ജോയിന്റ് മാറ്റിവെക്കൽ, വെന്റിലേറ്റർ, എത്ര നവനവങ്ങൾ. ഞാൻ വേറൊന്നും അധിക്ഷേപിക്കുകയോ അപഹസിക്കുകയോ അല്ല, പക്ഷെ യാഥാർത്ഥ്യങ്ങൾ പറയാം. എത്രയെത്ര നവനവങ്ങളായ കണ്ടുപിടുത്തങ്ങളാണ് ഉണ്ടായത്. ഇവയാവട്ടെ ധനികർക്കല്ലാതെ മറ്റാർക്കും താങ്ങാവുന്നതുമല്ല. 3, സാമ്പത്തിക വിനിമയ രംഗത്തെ മുൻഗണനാക്രമങ്ങളിലെ പിഴവുകൾ. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ രാജ്യരക്ഷയാവട്ടെ, VIP സുരക്ഷ ആവട്ടെ, സ്പോർട്സ് ആവട്ടെ. പണ്ട് മരിച്ചുപോയ നമ്മളെ KT അബ്ദുറഹീം സാഹിബ് പറയുന്ന ഒരു കാര്യമുണ്ട്. കാര്യം കളിയുമായി മാറിയ ഒരു കാലഘട്ടമായി പോയി.
എത്ര സ്പോർട്സ്, അതിനു വേണ്ടി കോമൺവെൽത്ത് ഗെയിം, മറ്റേ ഗെയിം എന്ന് പറഞ്ഞ് കുറേ കോടികൾ അങ്ങനെ സ്പോർട്സിനും ടൂറിസത്തിനും വൃഥാ പാടാവുന്ന അന്വേഷണ കമ്മീഷനുകളുടെ പരിശ്രമങ്ങൾക്കും സ്തംഭിക്കുന്ന പാർലമെന്റുകൾക്കും ജനപ്രതിനിധികൾക്കും ഉദ്ഘാടന മാമാങ്കങ്ങൾക്കും യാത്രാപ്പടികൾക്കും ഉത്പാദനക്ഷമമല്ലാത്ത മറ്റനേകം ജനങ്ങൾക്ക് മുമ്പിൽ വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം എന്നീ മേഖലകൾ വിഭവരാഹിത്യത്താൽ പകച്ചു നിൽക്കുന്നു. 4. വൈദ്യശാസ്ത്രത്തിന്റെ വ്യാപാരവൽക്കരണം. ഇതും തന്നെ നമ്മളെല്ലാം നിസ്സഹായരായി നോക്കി നിൽക്കേണ്ട ഗതികളാണ്. വൈദ്യശാസ്ത്രം വ്യാപാരവൽക്കരിക്കപ്പെട്ടു. കാരണം എന്ത്? എല്ലാ മേഖലകളും വ്യാപാരീകരിക്കപ്പെട്ടു. ഇന്നെങ്ങനെ ഇത് മാത്രം ഒഴിഞ്ഞു മാറുക, ഞങ്ങൾ മാത്രം സെയിൻസായി നടക്കണമെന്നോ? അത് പറ്റില്ല. പൊതുമേഖലയിൽ നിന്നും മികവുകൾ, അതിനാൽ പൊതുമേഖലയിൽ നിന്ന് മികവുറ്റ പ്രതിഭകൾ അതിനാൽ സ്വകാര്യ മേഖലകളിലേക്ക് കുടിമാറ്റം നടത്തി. സർക്കാർ ആശുപത്രികൾ നോക്കൂത്തികളായി, സ്വകാര്യ മേഖല തടിച്ചു കൊടുത്തു. പൊതുജനങ്ങളുടെ ദീനങ്ങൾ, പത്മനാഭ സാർ പറഞ്ഞ മാതിരി പൊതുജനങ്ങളുടെ ദീനങ്ങൾ സ്വകാര്യ നിക്ഷേപകർ വിറ്റ് കാശാക്കി. ആർട്ട് ഓഫ് ഹീലിംഗ്, അത് നമ്മളെ മറ്റേ ശ്രീശ്രീന്റെ അല്ല, ആർട്ട് ഓഫ് ഹീലിംഗ്, ആർട്ടിലെ ശുശ്രൂഷ എന്ന് പറയുന്ന കലയുണ്ടല്ലോ, അത് മാറി. ആദ്യമായി ഞാന് ഹെൽത്ത് ഇൻഡസ്ട്രി എന്ന പേര് കേട്ടപ്പോ എനിക്ക് ആ കൂടി ഒരു വല്ലാതെ തോന്നി. പിന്നെ മനസ്സിലായി ഇത് സ്ഥിര പ്രതിഷ്ഠ നേടി. ഇന്ന് ഹെൽത്ത് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരും ചൂടൂല ഹെൽത്ത് ഇൻഡസ്ട്രിയാണ്. ആശുപത്രികളൊക്കെ നോക്കൂ, ആശുപത്രികളുടെ പിന്നീട് പ്രൈവറ്റ് ലിമിറ്റഡ്, എന്ത് അഭിമാനത്തോടു കൂടി അവ ഡിസ്പ്ലേ ചെയ്യുന്നു. അപ്പോ ആരോഗ്യ ശുശ്രൂഷ രംഗത്തെ ഈ മാറ്റം, ഹെൽത്ത് ഇൻഡസ്ട്രി എന്ന പുതിയ പദപ്രയോഗം ഫലവത്താക്കി കോർപ്പറേറ്റുകളും മിനി കോർപ്പറേറ്റുകളും അതിനേക്കാൾ ചെറിയ കോർപ്പറേറ്റ് രൂപത്തിലുള്ള സംരംഭകരും. 5. വീണ്ടും പത്മനാഭ സാർ പറഞ്ഞത് സൂചിപ്പിക്കുന്നു, രോഗി ഡോക്ടർ ബന്ധം ഉദാത്തതയിൽ നിന്ന് വണി ഉപഭോക്തൃ തലത്തിലേക്ക് താഴ്ന്നു. അതുകൊണ്ട് ഞാൻ ചികിത്സിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ആദ്യം എന്റെ രക്ഷപ്പെടുത്താൻ നോക്കിയേ തീരൂ. എനിക്കിവിടെ ജീവിക്കണമെങ്കിൽ ഒഴിവാക്കാൻ പറ്റൂല. ഹുസൈൻ സാറിന്റെ അടുത്ത് വന്നാൽ ഇതാ വരുന്നു പുലിന്റെ അടിയിൽ പാമ്പ് തയ്യാക്കില്ല. മൂപ്പരോ വിചാരിക്കുന്നതല്ലോ ഇരിക്കണുണ്ടോ, എന്റെ കാശ് മുഴുവൻ തട്ടാൻ വേണ്ടി ഇരിക്കുന്ന ഒരു മനുഷ്യൻ. ഇതാണ് ഇന്നത്തെ ഡോക്ടർ രോഗി ബന്ധം. അതിൽ വന്ന മാറ്റം ഇതിന് കാരണമുണ്ട്. അതുകൊണ്ട് ഉപഭോക്തൃ തലത്തിലേക്ക് താഴൂ. കേസുകളും കോടതി കയറ്റവും നഷ്ടപരിഹാരം തേടലും തടയലും എല്ലാം ചികിത്സയുടെ അനിവാര്യ ഭാഗങ്ങളായി മാറി. 6. മെഡിക്കൽ എത്തിക്സിൽ സാരമായ വീക്ഷണ വ്യത്യാസങ്ങൾ വന്നു. പരസ്യമിടും, പരസ്യം എത്രത്തോളം അനുവദനീയമാണെന്നുള്ളത് അത് പതുക്കെ ഹറാമാണ്, പതുക്കെ ഹരാറായി വന്നിട്ട് ഒരു ചെറിയ പരിപ്രേക്ഷം കാണാൻ മെഡിക്കൽ പരസ്യങ്ങളിൽ. PROമാർ, പരസ്യ വിഭാഗങ്ങൾ, രംഗത്തുള്ള മറ്റുള്ളവരുമായി അനാരോഗ്യ മത്സരങ്ങൾ എന്നിവയെല്ലാം അതിന്റെ ഭാഗമായുണ്ടായി. ഡോക്ടർമാരെ ആശുപത്രികൾ വിൽപ്പന ചരക്കാക്കി മാറ്റി. ഞാൻ അത്ഭുതപ്പെടില്ല, എന്റെ പേര് ഞാൻ അറിയാതെ നാളെ മറ്റന്നാളോ പരസ്യ രൂപത്തിൽ പ്രശസ്തനും പ്രഗത്ഭനും എന്നുള്ള പേര് ഉപയോഗിച്ച് വെച്ചാൽ അറിയില്ല. കാരണം ഞാൻ അവരുടെ കണ്ണിൽ ഒരു ചരക്കാണ്, വിൽപ്പനക്ക് വെച്ചൊരു ചരക്ക്. ഡോക്ടർമാരെ ആശുപത്രിയിൽ വിൽപ്പന ചരക്കാക്കി. ഡോക്ടർമാർ സ്പോൺസർമാർക്ക് വിധേയരായി കൊടുത്തു. അതുപോലത്തെ മനസ്സില സമൂഹം തന്നെ, വീണ്ടും പത്മനാഭ സാർ പറഞ്ഞു, സമൂഹം തന്നെ മെഡിക്കലൈസ്ഡായി. ഇത് വല്ലാത്തൊരു ദുരിതം തന്നെ. ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ്. കഴിഞ്ഞ ആഴ്ച എനിക്ക് എല്ലാ ഒത്താശയും ചെയ്തിരുന്ന ഒരു പൊട്ടനുണ്ട്. പൊട്ടനെ കഴിക്കൂല, അതുകൊണ്ടാണ് ഞാൻ ഹെൽപ്പാക്കി വെച്ചത്. ഒരു കുട്ടിയുണ്ടായി നോക്കുമ്പോ കുട്ടിയുടെ കണ്ണ് മഞ്ഞ നിറം. ഇവിടെ ഉള്ള ഡോക്ടർമാർക്ക് അല്ലാത്തവർക്കും ഒക്കെ അറിയാം ഫിസിയോളജിക്കൽ ജോണ്ടിസ് ഓഫ് ദ ന്യൂബോൺ പറയുന്നത് പ്രശ്നമൊക്കെ ഉണ്ടല്ല. ഫീറ്റൽ ഹീമോഗ്ലോബിൻ റാപ്പിഡ്ലി ഡിസ്റ്റോർഡ് ആകുമ്പോൾ ഏത് കൊച്ചുകുട്ടിക്കും നവജാത ശിശുവിനും കുറച്ച് മതി. ഞാൻ പറഞ്ഞോട് സാരില്ല, ഒന്നും വീഡിയോളിക്കണം. കാരണം അങ്ങോട്ടാരും പറഞ്ഞിട്ട് വീഡിയോളിക്കണം. സാരില്ല അന്നിട്ടു 2 ദിവസം കഴിഞ്ഞില്ല. ഒരു ലാബ് റിപ്പോർട്ട് ആയിട്ട് നിൽക്കണം. കുട്ടിയുടെ ഹീമോഗ്ലോബിൻ ഇത്ര എന്നൊക്കെ പറഞ്ഞു. കാരണം അവരിന്ന് വിശ്വാസമില്ല, ഞാനീ പറഞ്ഞ വിശ്വാസമില്ല. പോയി പീഡിയാട്രിഷ്യന്റെ അടുത്ത് പോയി. പീഡിയാട്രിഷ്യൻ പറഞ്ഞ ശരിയാ, നമുക്ക് ഇതിന്റെ അളവ് നോക്കണം. ഇതിന്റെ അളവ് കൂടുകയാണെങ്കിൽ ഗൗരവമുള്ളതാണ്, കുറവാണെങ്കിൽ അതുകൊണ്ട് ഇതൊന്ന് നോക്ക്. ഇത്രയും ചെലവാക്കേണ്ട ഞാൻ നേരത്തെ പറഞ്ഞത്. അതുകൊണ്ട് കൊണ്ടുവന്ന് കുഴപ്പമില്ല കേട്ടോ, വലിയ അളവൊന്നുമില്ല, സാരില്ല. എന്താ അർത്ഥം? മെഡിക്കലൈസ്ഡായി, സമൂഹം മെഡിക്കലൈസ്ഡായി. ഈ മെഡിക്കലൈസ്ഡ് ആയ സമൂഹം
ഇതിലെവിടെ ആരോഗ്യം ഉണ്ടാകുക? രോഗാതുരതയല്ലേ എവിടെ ഉണ്ടാകുക? പണ്ട് മനുഷ്യമായ ഡോക്ടറെ പറ്റി ഇടവണ്ണക്കാർ പറയാറുണ്ടായിരുന്നു. ഒരു സൈക്കിൾ വന്നൊരു കുട്ടിയെ മുട്ടി. സൈക്കിളിന് എണീറ്റ് കുട്ടിക്കൊന്നുമില്ല, സൈക്കിളിനൊന്നുമില്ല. സത്യത്തിൽ ചെയ്യണം എന്താ പറയാ? കയ്യും തട്ടി പോവുക, സ്ഥലമാക്കി പിരിയ. ഹൈ പറ്റൂല. പിന്നെ ആരാ? പിന്നത് ഡോക്ടർക്ക് പോകണം, എന്നിട്ട് മൂപ്പര് പരിശോധിക്കണം, എന്നിട്ട് 3 സർട്ടിഫിക്കറ്റ് എഴുതണം, എന്നിട്ട് പോലീസ് അറിയിക്കണം, എന്നിട്ട് കോൺസ്റ്റബിൾ വരണം, എന്നിട്ട് മൂപ്പർക്ക് എന്തെങ്കിലും കൈമടക്കണം, എന്നിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് പിരിയ. ഇതാണ് നമ്മുടെ സമൂഹത്തിന്റെ ഇന്നത്തെ അവസ്ഥ. മെഡിക്കലൈസ്ഡായി ഈ സമൂഹം തന്നെ മെഡിക്കലൈസ്ഡായി മാറി. രോഗത്തോടും രോഗാതുരതയോടും മരണത്തോട് തന്നെയുമുണ്ട. അത് പ്രധാന. നമ്മുടെ മരണത്തോടുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടല്ലോ, അടിസ്ഥാനപരമായി തെറ്റാണ്. ഇപ്പോൾ ഈ മെഡിക്കലൈസ്ഡായ സൊസൈറ്റി മരണത്തെ ഭയപ്പെടുന്നു. പ്രവാചകന വചനത്തിലേക്ക് വീണ്ടും ചെല്ലുന്നു. മരണത്തോടുള്ള ഭയം നല്ലതല്ല കേട്ടോ. മരണത്തെ ഭയപ്പെടാൻ പാടില്ല. രോഗാതുരതയോടും മരണത്തോട് തന്നെയുമുള്ള കാഴ്ചപ്പാടുകൾ മാറി. ശരീരത്തിന്റെയും സമൂഹത്തിന്റെയും രോഗപ്രതിരോധ സംവിധാനങ്ങൾ അവഗണിക്കപ്പെട്ടു. അപ്പൊ ഈ വിള്ളലുകളുണ്ടായി. ഏതറ്റം വരെ പോയിട്ടും കീഴടക്കേണ്ട ഒരു അശ്ലീലതയായി മരണം, അല്ലാതെ ഒരു അനിവാര്യതയല്ല. മരണത്തെ ഭയപ്പെടുന്നവന് ജീവിക്കാൻ അർഹതയില്ലെന്ന ആപ്തവാക്യം സാർത്ഥകമാക്കുവാനെന്നോണം. ചുരുക്കത്തിൽ നിസ്വാർത്ഥതയും പരോപകാരവും പരസ്നേഹവും ത്യാഗമനസ്ഥിതിയും അന്യം നിന്ന് പോയ, ഇല്ലാത്തവനെ രക്ഷിക്കാനും ശുശ്രൂഷിക്കാനും സർക്കാരുമില്ല പൊതുജനങ്ങളുമില്ല എന്ന നിലവിലെ സംവിധാനത്തിൽ ചികിത്സാ ചെലവുകൾ നേരിടാനുള്ള ഒരു പദ്ധതി സംവിധാനമായാണ് ആരോഗ്യ ഇൻഷുറൻസ് നിലവിൽ വന്നത്. കുറച്ചു കാലമായി നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്ന പരിമിതമായ ഇത് വ്യാപകമായി. സ്വാഭാവികമായും മാലാഖമാർ കയറിച്ചെല്ലാൻ മടിക്കുമിടങ്ങളിൽ കയറിച്ചെല്ലും ചെകുത്താന്മാർ. അതിവിടെയും പറ്റും, ഉറപ്പാണ്. സ്വാഭാവികമായും ലാഭമുണ്ടാക്കാൻ കഴിയുന്ന ഒരു ബിസിനസ് സംരംഭമായി ഇതിനെ മാറ്റാൻ കഴിയുന്നത്ര സ്വകാര്യ കമ്പനികൾ രംഗത്ത് അടക്കി വാണിരുന്നു ഇത്രയും കാലം. ബാങ്കിങ്, ലൈഫ് ഇൻഷുറൻസ്, അപകട ഇൻഷുറൻസ്, വാഹന ഇൻഷുറൻസ് തുടങ്ങിയവയിൽ എന്ന പോലെ. പക്ഷേ ഈ രംഗമുണ്ടല്ലോ, അവയേക്കാൾ 10 മടങ്ങ് ലാഭം കൊയ്യാവുന്ന ഒരു മേഖലയാണ്. ലാഭം കിട്ടാനും നഷ്ടം കുറക്കാനുമുള്ള എല്ലാ കളികളും ഇവർക്ക് നല്ല പരിചയവുമുണ്ട്. വ്യവസ്ഥകൾക്ക് വിധേയമായി, ഇംഗ്ലീഷിൽ പറഞ്ഞ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ എന്നും പറഞ്ഞത് ആദ്യം മുന്നറിയിപ്പ് കൊടുത്തിട്ട് ചെറിയ സ്മോൾ പ്രിന്റിൽ കുറെ അടിച്ചിറക്കാറ് എന്ന തലക്കെട്ടിൽ എഴുതപ്പെടുന്ന ഫൈൻ പ്രിന്റിലായിരിക്കും പലതും. പലിശമുക്തമല്ലാത്ത ബാങ്കിംഗ് ഇടപാടുകളെ പോലെ തന്നെ ഇൻഷുറൻസിനെയും അനിവാര്യ ഘട്ടങ്ങളിലല്ലാതെ മാറ്റി നിർത്തുകയാണ് മുസ്ലിങ്ങളിൽ പലരും. ഇൻഷുറൻസിന്റെ അത്തരം മതകീയ ദാർശനിക വശങ്ങളെ വിശദമായി പരിശോധിക്കാൻ ഞാനിവിടെ മുതിരാൻ പാടില്ല, അതിന്റെ ഉദ്ദേശവുമല്ല. എങ്കിലും ഒരു പ്രബല സമൂഹം അതിനെ സംശയദൃഷ്ടിയോടെ കാണുന്നത് അതിന്റെ പരിമിതിയാണെന്നും അതിനാൽ തന്നെ അതിന്റെ കാരണങ്ങൾ വിശകലനാർഹമാണെന്നും സ്മരണീയമാണ്. ലാഭേച്ഛയില്ലാതെ ആരോഗ്യ ഇൻഷുറൻസ് നൽകാൻ തയ്യാറായേക്കാവുന്ന സംവിധാനങ്ങൾ ഒന്നുകിൽ സർക്കാർ ഉടമസ്ഥയിലുള്ളതാവണം, അല്ലെങ്കിൽ ഉദാത്ത ലക്ഷ്യങ്ങളുള്ള സംഘടിത സംരംഭങ്ങളായിരിക്കണം. സർക്കാർ പൂർണ്ണ ഉത്തരവാദിത്വത്തോടെയും പൂർണ്ണ നിയന്ത്രണത്തോടെയും പൂർണ്ണ മുതൽ മുടക്കോടെയും ഇത്തരം സ്കീമുകളിൽ ഏർപ്പെടില്ലെന്നത് സാമ്പത്തിക ഉദാരവൽക്കരണത്തിന്റെയും സ്വകാര്യവൽക്കരണത്തിന്റെയും പാഠം. രംഗത്തുള്ള തെരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ അർദ്ധ സ്വകാര്യ പൊതുമേഖലാ കമ്പനികളെ ഏൽപ്പിക്കലാണ് സർക്കാർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെ എന്ന് ചോദ്യം ചെയ്യപ്പെടാവുന്ന മാനദണ്ഡങ്ങളോടുകൂടി നിർണ്ണയിക്കപ്പെട്ട കുടുംബങ്ങളുടെ വാർഷിക പ്രീമിയം അടച്ച് ബാക്കിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് സർക്കാർ കൈയൊഴിയും. ഇതാണ് ഇപ്പൊ സർക്കാർ ചെയ്യുന്നത്. ഇതിൽ വരാവുന്ന പോരായ്മകളും പരാതികളും ചിലവ് ഇങ്ങനെ ആയിരിക്കും. ഒന്ന്, സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായ കെടുകാര്യസ്ഥതയും വെള്ളപ്പോക്കും അഴിമതിയും സ്വജന രാഷ്ട്രീയ പക്ഷപാതിത്വങ്ങളും ഈ ഘട്ടങ്ങളെല്ലാം ബാധിക്കാം. കമ്പനികളുടെ തെരഞ്ഞെടുപ്പിൽ, ഇൻഷുറൻസ് സഹായം ലഭ്യമാവുന്ന ആശുപത്രിയുടെ തെരഞ്ഞെടുപ്പിൽ, BPL കുടുംബങ്ങളുടെ നിർണയകാര്യത്തിൽ എല്ലാം ഈ അപാകതകളുണ്ടാകാം. കുറച്ചൊക്കെ APL ആയ കുടുംബങ്ങൾക്കും നാമമാത്ര പ്രീമിയത്തിൽ സമഗ്ര ആരോഗ്യ സുരക്ഷാ സംവിധാനം കേരളത്തിൽ ചേരാമെന്ന് വകുപ്പുണ്ടെങ്കിലും അതും മുകളിൽ പറഞ്ഞ കാരണങ്ങളാൽ ഫലവത്താകണമെന്നില്ല. 2, വളരെ തുച്ഛമായ ചികിത്സാ ചെലവേ സമഗ്ര ആരോഗ്യ സംരക്ഷാ പദ്ധതിയിൽ അംഗങ്ങൾക്ക് അവകാശപ്പെടാൻ കഴിയും. ഏറ്റവും കൂടിയ സർക്കാർ പറയുന്നു 5 അംഗങ്ങളടങ്ങിയ ഒരു കുടുംബത്തിന് വാർഷിക ചികിത്സാ ചെലവിന്റെ ഉയർന്ന പരിധി 30,000 രൂപ.
ഇതും 30,000 കണക്ക് നമുക്കറിയാലോ. എന്താ 30,000 കൊണ്ടാകാം? അതും നിർണയിക്കപ്പെട്ട ചില രോഗങ്ങൾക്ക് മാത്രം. ചികിത്സാ ചെലവുകൾ അതിഭീമമായി വർദ്ധിക്കുന്ന ഈ കാലത്ത് ഗുരുതരമായ സുഖക്കേടുകൾക്ക് ഈ 30,000 ഒരാഴ്ചക്ക് പോലും തികയില്ല. ബാക്കി അപ്പോഴും രോഗിയുടെ കുടുംബം സ്വയം കണ്ടെത്തണ്ടേ? ഉദ്ദേശത്തെ തന്നെ പരാജയപ്പെടുത്തലല്ലേ ഇത്? 3, ലാഭേച്ഛയുടെ രംഗത്തിറങ്ങാൻ പോകുന്ന കമ്പനികളും സ്വകാര്യ ആശുപത്രികളും തങ്ങളുടെ താല്പര്യാർത്ഥം പദ്ധതി അട്ടിമറിക്കാൻ നോക്കാതിരിക്കില്ല. അർഹമായ ചെലവ് പോലും എങ്ങനെ നിരാകരിക്കാം എന്നതിലായിരിക്കും ഇൻഷുറൻസ് കമ്പനികളുടെ ശ്രദ്ധ. അനർഹമായ ചെലവ് അമിത ചികിത്സയിലൂടെ മരുന്നുകളായും ടെസ്റ്റുകളായും എങ്ങനെ തട്ടിയെടുക്കാം എന്നതിലായിരിക്കും ചികിത്സകരുടെയും ആശുപത്രികളുടെയും ശ്രദ്ധ. ഇത്തരം അനുഭവങ്ങൾ നമുക്ക് മോട്ടോർ ആക്സിഡന്റ് ട്രിബ്യൂണലിലൊക്കെ ധാരാളം ഉണ്ടാവാറുണ്ടല്ലോ. അതുപോലെ അതിനാൽ പരിമിതപ്പെടുത്തലുകൾ അടങ്ങിയ ഫൈൻ പ്രിന്റുകൾ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ധാരാളം കാണും. 4, ഇൻഷുറൻസ് പദ്ധതി ഫലവത്താകണമെങ്കിൽ കെട്ടുപണച്ചിലുകളും കാലതാമസവും ഉണ്ടാകാതെ ചികിത്സാ ചെലവ് ലഭ്യമാക്കാൻ കഴിയുമാകണം. അല്ലാതെ ഇന്നിപ്പോ ഇദ്ദേഹം സുഖമായി കടന്നു 2-3 ലക്ഷം ചെലവാക്കി, ആരൊക്കെ കടം വാങ്ങി, എന്നിന് എന്താശയില് ഇവര് നമുക്ക് കിട്ടാണ്ട് എന്നുള്ള ആശയില് അത് 3 മാസം 4 മാസം അല്ലെങ്കിൽ 2-3 കൊല്ലം കിട്ടിയിട്ട് എന്ത് കാര്യം? അപ്പോ അത് കഴിയുന്നത്ര കാലതാമസമില്ലാതെ ലഭ്യമാക്കാൻ കഴിയുമാറാണ്. അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യണ വഴി നമ്മളും ഇവരൊക്കെ രോഗികളും ഇതായിരിക്കും. ബാങ്ക് സഹായം എന്നും പറഞ്ഞ് ഇവരൊക്കെ വിദ്യാഭ്യാസ സഹായം എന്നും പറഞ്ഞ് ബാങ്കുകൾ സഹായിക്കാന്ന് പറഞ്ഞു. കുട്ടികൾ പഠിക്കാൻ കോഴ്സിന് ചേർന്നു. എവിടെ എന്ത് സഹായം? അതും വഴിയാവും. അതുകൊണ്ട് എന്താണോ സോദ്ദേശപൂർവ്വം സതുദ്ദേശപൂർവ്വം ചില സ്വകാര്യ ആശുപത്രികളെങ്കിലും സ്കീമിൽ ചേർന്നിട്ടുണ്ടാവും. അവർ പതുക്കെ രംഗത്തുനിന്ന് പിൻവാങ്ങും. നമ്മളെ കൊണ്ട് പറ്റുക ഈ നഷ്ടക്കച്ചവടത്തിന്. ഇങ്ങനെയൊക്കെ പലതുണ്ട്. ഇതെല്ലാം സർക്കാരിന് പങ്കുള്ള സർക്കാർ പ്രീമിയം അടക്കുന്ന കേരളത്തിലെ സമഗ്രാരോഗ്യ സംരക്ഷണ പദ്ധതി CHIK മനസ്സിൽ വെച്ചുള്ള അവലോകനങ്ങളാണ്. നമ്മുടെ തോമസ് ഐസക് അതിനിടയിൽ ഒരു കാര്യം പറഞ്ഞു. പീപ്പിൾസ് ഡെമോക്രസി എന്ന് പറയുന്ന ഇടതുപക്ഷവാദിയിലാണ് ഇത് ഇടുന്നതിന് മുമ്പ് മൂപ്പൊരു കാര്യം തുറന്നു പറഞ്ഞു. ഇത് ഐഡിയലായിട്ടല്ല നമ്മൾ ഇതിനെ ഇറങ്ങുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ലറൂർത്തിന്റെ മസാല ഇതല്ലാതെ വേറൊന്നും തന്നെ കാണാനില്ല. അതുകൊണ്ട് കേരള സർക്കാർ ഇതിന് തുനിയുന്നു എന്നാണ് അദ്ദേഹം പീപ്പിൾസ് ഡെമോക്രസി പറഞ്ഞത്. അല്ലെങ്കിൽ എന്താ കുറേയിടങ്ങളും വിൽക്കുക, പണയപ്പെടുത്തുക, ഇതൊക്കെ ആയിരിക്കും ഞങ്ങൾക്ക്. പരമാവധി ഉപയോഗയോഗ്യവും കുറ്റമറ്റതും ലളിതമാക്കാൻ സഹായകമായ പ്രവർത്തനങ്ങളിൽ മുഴുകുകയാണ് നമ്മുടെ പ്രായോഗിക സമീപനം ഇതിൽ വേണ്ടത്. പൊതുഫണ്ടിന്റെ പങ്ക് പറ്റാത്ത തികച്ചും സ്വകാര്യ രംഗത്തുള്ള ആരോഗ്യ ഇൻഷുറൻസ് കമ്പനികളെ ഞാൻ ഈ അവലോകനത്തിൽ നിന്ന് ഒഴിവാക്കുന്നു. അവ മുമ്പുണ്ട്, ഇപ്പോഴും ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അതും നമുക്ക് വിടാം. കാരണം നമ്മളിപ്പോ നമ്മളെ അച്യുതാനന്ദ സർക്കാർ കൊണ്ടുവന്ന ഈ ഇൻഷുറൻസിനെ പറ്റി കേട്ടാ നമ്മള് മറ്റേ പറ്റി നമ്മളിപ്പോ മുണ്ടില്ല. ഇന്നും ഇന്ത്യയിലെയും കേരളത്തെയും ചികിത്സാ ചെലവ് പാശ്ചാത്യ ഗൾഫ് രാജ്യങ്ങളെക്കാൾ എത്രയോ കുറവാണ്. അങ്ങനെയാണല്ലോ ടൂറിസം കണ്ടു വരുന്നത്. കണ്ട അറബി തകർക്കാളൊക്കെ തൈക്കെട്ടും കയറി നമ്മുടെ ആശുപത്രികളിലൊക്കെ കയറി വരുന്നത് ഇതുകൊണ്ടാണ്. ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെ കുടുങ്ങിയപ്പോ നമ്മളും നേടി വികസനം, നമ്മളെ തെരഞ്ഞും തലികെട്ടേര് വരുന്നുണ്ട് അറബി നാടുകളിൽ നിന്ന്, നമുക്കും കിട്ടി ടൂറിസത്തിന്റെ വക എന്ന് ഇങ്ങേപ്പുറത്ത് ഇവരെ അഹങ്കരിക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെയൊക്കെ പുറമെ പല സംഘടനകളും സ്വന്തം IMA അടക്കം, ഞങ്ങളുടെ സംഘടന IMA അടക്കം ഞങ്ങളെ മെഡിക്കൽ ക്ലെയിംസിന്. പക്ഷെ ഞാൻ പറയട്ടെ, ഇതിനുള്ള പിന്നെ പല പല പോരായ്മകളും ഞാൻ ചൂണ്ടിക്കാണിച്ചു. വേറൊരു ആൾട്ടർനേറ്റീവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉണ്ട്. മൈക്രോ ഫിനാൻസിംഗ് ആണ് എനിക്ക് പറയാനുള്ളത്. സമയ ദൗർലഭ്യം കാരണം ഞാൻ അതിന്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നില്ല. രാജാക്കന്മാർ മുന്നിട്ടിറങ്ങുന്നില്ലെങ്കിൽ പ്രജകൾ മുന്നിട്ടിറങ്ങണം. എന്തിന് നമ്മുടെ കുടുംബശ്രീകൾ നന്നായി നടക്കണം. പെണ്ണുങ്ങൾ കാണിച്ചു കൊടുത്തു കുടുംബശ്രീകൾ എങ്ങനെ നന്നായി നടത്താം. അതുപോലെ ചെറിയ ചെറിയ വില്ലേജുകളിൽ, ചെറിയ ചെറിയ റീജിയണിൽ ഇത്തരം മൈക്രോ ഫിനാൻസിങ് സംരംഭങ്ങളാണ് ഇതിനുള്ള മറ്റൊരു ആൾട്ടർനേറ്റീവായി വെക്കാൻ പറ്റുന്നത്. പക്ഷെ അതിനും തന്നെ അതിൻ്റെതായ പരിമിതികളും ആര് മുന്നിട്ടിറങ്ങുന്നുള്ള പലതുണ്ട്. പിന്നെ ഒന്നുണ്ട് തക്കാഫുൽ എന്ന് പറഞ്ഞാൽ, വീണ്ടും അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. തക്കാഫുൽ എന്ന് പറയുന്ന അറബി നാമമുള്ള മുസ്ലിങ്ങൾക്ക് സ്വീകരിക്കാമെന്ന് അവർക്ക് ഒരു സന്തോഷിക്കാവുന്ന ഒരു കാര്യമുണ്ട്. അതാണ് വേറൊന്ന്. അതിലേക്ക് ഡീറ്റെയിൽസിലേക്കും. പിന്നെ ഈ മെഡിക്കൽ പ്രാക്ടീസിന്റെ രീതിയെ മാറണം.
അതാണ് പറയുന്നത്. ബ്രിട്ടനിൽ നാഷണൽ ഹെൽത്ത് ഇൻഷുറൻസ് സർവീസിന്റെ മാതിരി എന്തിനും ഏതിനും എപ്പോഴും സൂപ്പർ സ്പെഷ്യലിസ്റ്റുകളുടെ അടുത്തേക്ക് പോകണ ഈ പരിപാടി നിർത്തണം. എല്ലാം തന്നെ അതിൻ്റെതായ ഒരു മട്ടം വേണം. ആദ്യം കാണുന്നത് MBBS പാസ്സായ അല്ലെങ്കിൽ ആ പ്രാഥമിക ഡോക്ടർ തന്നെ ആവണം. ഹീസ് എ മാസ്റ്റർ ഓഫ്, ഹീസ് നോട്ട് എ മാസ്റ്റർ ഓഫ് ഓൾ, ഹീസ് നോട്ട് എ ജാക്ക് ഓഫ് ഓൾ, ബട്ട് ഹീസ് എ ജാക്ക് ഓഫ് ഓൾ ദോ മാസ്റ്റർ ഓഫ് നൺ. അവൻ അത്യാവശ്യം വിവരമൊക്കെ ഉണ്ട്. അവൻ നിശ്ചയിക്കട്ടെ നിങ്ങൾ എവിടെ പോകണമെന്നുള്ളത്. നിങ്ങൾക്ക് ആ ഡോക്ടറെ പറ്റൂല, വേറെ ഡോക്ടർ ഉണ്ട്. അങ്ങനെ ഒരു ഗ്രൂപ്പ് പ്രാക്ടീസൊക്കെ ഉണ്ടാക്കാം. അങ്ങനെ എന്തെല്ലാം ഉണ്ട്. ഞാൻ നിർത്തി വെക്കുകയാണ്. എന്തായാലും പണ്ട് ചർച്ചിൽ പറഞ്ഞൊരു സെന്റൻസ് ഓർക്കട്ടെ. ലോകമഹായുദ്ധം ജയിച്ചു കഴിഞ്ഞ ചർച്ചിലാ പറഞ്ഞത്, വാർ ഈസ് ടു സീരിയസ് an affair to be left to the generals alone. അതുപോലെ നമുക്കും പറയാം, മെഡിസിൻ ആൻഡ് മെഡിക്കൽ പ്രാക്ടീസ് ഈസ് ടു സീരിയസ് an affair to be left to doctors and hospitals alone. പൊതുകാര്യ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ലാത്ത, പൊതുകാര്യങ്ങളിൽ ആത്മാർത്ഥമായ താല്പര്യം നഷ്ടപ്പെട്ടിട്ടില്ലാത്ത വ്യക്തികൾക്കും സംഘടനകൾക്കും ഇതിൽ ധാരാളം ചെയ്യാറുണ്ട്.